പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും ശാലേം ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ വചന ശുശ്രൂഷയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദൈവവചനത്തിന് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുവാൻ കഴിയും. ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന്, നിങ്ങളുടെ താഴ്ചകളിൽ നിന്ന് ദൈവം നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുവാൻ കഴിയും. ദൈവവചനത്തിന് അത്ഭുതകരമായി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ആമേൻ, സ്തോത്രം. ശൗലിനെ ദൈവം രൂപാന്തരപ്പെടുത്തി ശ്രേഷ്ഠ അപ്പോസ്തലനായി മാറ്റി. ശൗൽ ദൈവത്തിന്റെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ, ദൈവത്തിൽ നിന്ന് ഒരു എൻകൗണ്ടർ അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അവന്റെ ജീവിതത്തിൽ മാറ്റം വന്നു. അവൻ സ്തോത്രം എല്ലാവരെക്കാളും അധികം ഓടിയതായി നമ്മൾ വായിക്കുന്നു. മറ്റപ്പോസ്തലന്മാർക്ക് പറയുവാൻ കഴിയാത്തതിലും ഒരു അധികത്തിന്റെ കണക്ക് പൗലോസ് അപ്പോസ്തലന് പറയുവാനുണ്ട്. ആമേൻ. അവന്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്ത പാപികളിൽ ഒന്നാമനായിരുന്ന അവന്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുത്ത് എല്ലാവരെക്കാളും അധികത്തിന്റെ കണക്ക് പറയത്തക്കവണ്ണം ഒരു ശ്രേഷ്ഠ അപ്പോസ്തലനാക്കി ദൈവം സ്തോത്രം ആമേൻ ശൗലിനെ മാറ്റിയെങ്കിൽ, എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ, നിനക്കൊരു വ്യത്യാസം വരുവാൻ, നിന്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുവാൻ ദൈവം ശക്തനാണ്. യെരമ്യാവിനെ ദൈവം വിളിക്കുമ്പോൾ യെരമ്യാവ് പറഞ്ഞു, അയ്യോ യഹോവേ, ഞാൻ ബാലനാ. ദൈവം പറഞ്ഞു, നീ ബാലൻ എന്ന് പറയരുത്, നീ ബാലൻ എന്ന് പറയരുത്. ഞാൻ അയക്കുന്നിടത്തൊക്കെ നീ പോകണം. ആമേൻ. ഏവരുടെയും അടുക്കൽ നീ പോകണം. ആമേൻ. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം അവന്റെ നാവിനെ തൊട്ടു, അവന്റെ വചനത്തെ ആമേൻ അവന്റെ മേൽ കൊടുത്തു. ആമേൻ, സ്തോത്രം. അവനോട് പറഞ്ഞു, നോക്ക്, ഇടിക്കുവാനും പൊളിക്കുവാനും ആമേൻ നശിപ്പിക്കുവാനും പണിയുവാനും ആമേൻ സ്തോത്രം ഹല്ലേലൂയ നടുവാനുമായി ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുന്നു. നിന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ദൈവമാ ആമേൻ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് നിനക്ക് കഴിയത്തില്ലെന്നോ, നീ ബലഹീനനാണെന്ന് പറയുന്ന ആ വിഷയത്തിൽ ദൈവ ശബ്ദം കേട്ട് അനുസരിക്കുക. ദൈവം നിന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ദൈവമാണ്. ആമേൻ. കാനാവിലെ വെള്ളത്തെ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആമേൻ രുചിയും മണവും ഗുണവുമുള്ളതാക്കി ആമേൻ ദൈവം തീർത്തെങ്കിൽ, ആമേൻ സ്നേഹിത, ആമേൻ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്ത് ആർക്കും വിശ്വസിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായി നിന്നെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അനുഗ്രഹിപ്പാൻ കഴിവുള്ള സർവശക്തനാണ് നമ്മുടെ കർത്താവ്. നിന്റെ താഴ്ചയുള്ള ഏത് വിഷയമാകട്ടെ, നിന്റെ സ്തോത്രം ആരോഗ്യം താഴ്ചയിലായിരിക്കുന്നുവോ, നിന്റെ സാമ്പത്തികം താഴ്ചയിലായിരിക്കുന്നുവോ, ആമേൻ സ്തോത്രം നിന്റെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം തകർന്ന അവസ്ഥയിലാണോ, നീ ഭാരപ്പെടേണ്ട. നിന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന, നിന്നെ മാനിക്കുന്ന, നിന്നെ ഉയർത്തുന്ന ആമേൻ നീ എളിയ കുലത്തിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട. ഗിദെയോനെ പോലെ ഒരു പരാക്രമശാലിയാക്കി നിന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ശമരിയാക്കാരിയായ സ്ത്രീയെ ആമേൻ സർവശക്തനായ കർത്താവിന്റെ വചനം അവളെ ട്രാൻസ്ഫോം ചെയ്തു. ദൈവികമായ സംഭാഷണത്തിൽ അവൾ ഒരു പരിവർത്തനം നടന്നു, ഒരു ട്രാൻസ്ഫോർമേഷൻ അവളിൽ നടന്നപ്പോൾ ആമേൻ ജീവിത വിശുദ്ധിയില്ലാതെ ആമേൻ തോന്നിവാസം ജീവിച്ച അവളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ആരംഭിച്ചപ്പോൾ ഒരു പട്ടണത്തെ മുഴുവൻ കർത്താവിലേക്ക് കൊണ്ടുവന്നതുപോലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരോടൊക്കെ ഞാൻ പ്രവചനാത്മാവിൽ പറയുന്നു, നിന്റെ ജീവിത സ്റ്റൈല് മാറാൻ പോകുക. സമൂഹം നിന്നെ അംഗീകരിക്കാൻ പോകുക. സമൂഹത്തിൽ നിനക്ക് വിലയും നിലയുമുള്ള വ്യക്തിയാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. അവന്റെ വചനം നിന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. ആ ദൈവ വചനത്തിന്റെ ശക്തിക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾവിക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലുള്ള ഒരു അത്ഭുത ട്രാൻസ്ഫോർമേഷൻ ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവം അയക്കണമേ. കർത്താവേ, അവരെ മാനിക്കണമേ. സമൂഹ
സമൂഹത്തിൽ അവർ മാനിക്കപ്പെടുന്ന ലെവലിലേക്ക് ദൈവം അവരെ മാനിക്കണമേ. ആത്മീകത്തിൽ അവരെ മാനിക്കണമേ കർത്താവേ. അവരെ സകലത്തിലും ദൈവം അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.